കണ്ടല സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് ഭാസുരാംഗന്റെ സ്വത്ത് ഇഡി കണ്ടുകെട്ടി. 1.02 കോടിയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. CPI മുൻ നേതാവ് കൂടിയായ ഭാസുരാംഗൻ കേസിൽ ഒന്നാം പ്രതിയാണ്. എസ് ശരൺ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ശരൺ, ഭാസുരാംഗന്റെ സ്വത്ത് ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നു, വിവരങ്ങൾ എങ്ങനെ? മുൻ CPI നേതാവും കണ്ടല ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ N ഭാസുരാംഗന്റെ സ്വത്തുക്കൾ ഇപ്പോൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭാസുരാംഗന്റെ കുടുംബത്തിന്റേതുമായ 1.02 കോടിയുടെ സ്വത്താണ് ഇഡി കണ്ടുകെട്ടിയിരുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായി മാറുന്നത് കഴിഞ്ഞ ദിവസം ഈ തുടക്കം മുതൽ തന്നെ ഈ കേസ് അന്വേഷിച്ചിരുന്നത് പോലീസാണ്. അതിനുശേഷം കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു. പിന്നീട് ഭാസുരാംഗനെയും മകൻ അഖിൽ ചിത്തിനെയും വിശദമായി ചോദ്യം ചെയ്ത ശേഷം രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇരുവരും ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. എന്തായാലും ഭാസുരാംഗന്റെ ജാമ്യാപേക്ഷ അത് നാളെ കരൂരിലെ പ്രത്യേക കോടതി പരിഗണിക്കാൻ ഇരിക്കുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഭാസുരാംഗന്റെയും കുടുംബാംഗങ്ങളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ സംബന്ധിച്ചുള്ള കുറ്റപത്രം, ഈ കേസിലെ ആദ്യ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരൂരിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ്. അതിൽ 5 പ്രതികളാണ് പ്രധാനമായും 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ ഭാസുരാംഗന് പുറമെ മകൻ അഖിൽ ചിത്ത, ഭാര്യ, 2 പെൺമക്കൾ, മരുമകൻ എന്നിവരെയാണ് പ്രതി ചേർത്തിരുന്നത്. ഒപ്പം തന്നെ ഈ ഭാസുരാംഗിന്റെ കുടുംബം ബാങ്കിൽ നിന്നും വ്യാജ വായ്പകൾ തരപ്പെടുത്തി പണം തട്ടിയെന്നും ഈ കുറ്റപത്രത്തിൽ പറഞ്ഞു. അത്തരത്തിൽ 3 കോടിയുടെ പണം തട്ടിയെടുത്തു. അത് ഈ വിദേശത്തടക്കം ബിസിനസ്സിൽ നിക്ഷേപിച്ചു എന്നുള്ളതും കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ഭാസുരാംഗിന്റെ കുടുംബാംഗങ്ങളുടെയും സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. ശരി, 1.2 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത്. വിവരങ്ങളാണ് SS ശരൺ നൽകിയത്. ഹൈറിഷ് തട്ടിപ്പ് കേസിൽ ഉടമകളായ KD പ്രതാപനും ശ്രീനയും മുങ്ങിയതായി സംശയം. പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീടുകളിലാണ് പ്രതികൾ താമസിച്ചിരുന്നത്. ഇത് അന്വേഷണ സംഘങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് സംശയിക്കുന്നതായി ED പറയുന്നു. പ്രതികളുടെ ബിറ്റ്കോയിൻ ഇടപാടുകളും ED പരിശോധിക്കുന്നു. ആസിഫ് മുഹമ്മദ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ആസിഫ്, ഈ പ്രതികൾ എങ്ങോട്ട് മുങ്ങിയെന്ന് സംബന്ധിച്ച് പോലീസിന് എന്തെങ്കിലും, EDക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? ഒപ്പം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്? ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ഇന്ന് രാവിലെ മുതലാണ് ഇഡിയുടെ റെയ്ഡ് ഈ പ്രതികളുടെ ഹൈറിച്ച് ഉടമകളുടെ വീട്ടിലും ഓഫീസിലുമായി ആരംഭിച്ചത്. കണിമംഗലത്ത് പ്രതികളുടെ വീട്ടിലും അതുപോലെ തന്നെ ഓഫീസിലുമാണ് ഇപ്പോൾ ഈ റെയ്ഡ് തുടരുന്നത്. ഈ 3000 പേരിൽ നിന്നും 5 ലക്ഷം രൂപ വീതം വാങ്ങി തിരിവിച്ച 150 കോടി രൂപയുടെ ഇടപാടുകളാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൽ 100 കോടി രൂപ ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയതെന്നാണ് ഇഡിക്ക് ലഭിച്ച വിവരം. എന്തായാലും ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളും ഹൈറിച്ച് ഉടമകൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. UK ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പരാതികളിലാണ് എന്തായാലും ഈ വിശദമായ പരിശോധനയ്ക്കായി ഇന്ന് ഇഡി എത്തിയത്. ഹൈറിച്ചിന്റെ ഓഫീസിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെ 2 സംഘങ്ങളായിരുന്നു ഇഡി ഉദ്യോഗസ്ഥർ എത്തിയത്. അതിൽ ഓഫീസിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെ വീട്ടിൽ നിന്ന് കണിമംഗലത്തെ വീട്ടിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. KD പ്രതാപനും സീനയും ഇഡി ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. ഏതായാലും ഇന്നൊരു അറസ്റ്റിന് സാധ്യതയൊന്നും ഉള്ളതായി നമുക്ക് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഈ ഒരു ചോദ്യം ചെയ്യലിലേക്കടക്കം കടക്കാനും മറ്റു വിവരശേഖരണത്തിനും തടസ്സം നിൽക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രതികൾ മുങ്ങിയത് എന്നാണ് നമുക്ക് ഏതായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ വീട്ടിലും ഓഫീസിലുമുള്ള രേഖകളുടെ പരിശോധന അടക്കം ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതോടൊപ്പം പ്രതികൾ താമസിച്ചിരുന്നത് ഈ പ്രതിയായ KD പ്രതാപന്റെ പിതാവിന്റെ പേരിൽ വാടകയ്ക്കെടുത്ത വീട്ടിലാണ് ഈ പ്രതികൾ താമസിച്ച് വന്നിരുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇത്തരത്തിൽ വാടക വീടുകളിലെല്ലാം പിതാവിന്റെ അഡ്രസ്സിലാണ് ഈ പ്രതിയായ KD പ്രതാപൻ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കബളിക്കാൻ ലക്ഷ്യമിട്ടാണ് എന്നും ഇഡി സംശയിക്കുന്നു. ഏതായാലും ഹൈറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസും നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഏതായാലും ഇഡിയുടെ സമഗ്രമായ അന്വേഷണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി.